CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് AFC ഏഷ്യൻ കപ്പിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ 3 സൂപ്പർ താരങ്ങൾ ഏഷ്യൻ കപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസമായിരുന്നു 2024 ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്ന AFC ഏഷ്യൻ കപ്പിനുള്ള 26 അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. ഏഷ്യൻ കപ്പിൽ ഗ്രൂപ്പ് ബിയിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ എന്നിവരാണ്. സുനിൽ ഛേത്രി, സന്ദേശ് ജിങ്കൻ, ഗുർപ്രീത് സിംഗ് എന്നിവരും ഈ ഒരു 26 അംഗ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഏറ്റവും നിരാശാജനകമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ കണങ്കാലിനേറ്റ പരിക്കിനെ തുടർന്നുകൊണ്ട് സെൻട്രൽ ഡിഫൻഡർ അൻവർ അലിക്ക് ഈ ഒരു അന്തിമ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല. 2024 ജനുവരി 13 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. കൂടാതെ മലയാളി താരങ്ങളായ സഹൽ അബ്ദുസമദും രാഹുൽ KPയും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. സഹൽ അബ്ദുസമദിന് ISLലെ പരിക്കിന്റെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുത്ത താരത്തെ പരിശീലകൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ KP, ഇഷാൻ പണ്ഡിത, പ്രീതം കോട്ടാൽ എന്നിവരാണ് സ്ക്വാഡിൽ ഇടം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ. മധ്യനിരക്കാരായ ആഷിഖ് കുർണിയൻ, ജിക്സൺ സിംഗ്, ഗ്ലാൻ മാർട്ടിനസ് എന്നിവർ പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. ഈ ഒരു ഏഷ്യൻ കപ്പിൽ ഗോൾ കീപ്പർമാരായിക്കൊണ്ട് അമരേന്ദർ സിംഗ്, ഗുർപ്രീത് സിംഗ്, വിശാൽ ഗേറ്റ് എന്നിവരാണ് ഉണ്ടാവുക. ഡിഫൻഡർമാരായിക്കൊണ്ട് ആകാശ് മിശ്ര, ലാൽ ചുങ്നുങ്ക, മെഹ്താബ് സിംഗ്, നിഖിൽ പൂജാരി, പ്രീതം കോട്ടാൽ, രാഹുൽ ബേക്കെ, സന്ദേശ് ജിങ്കൻ, സുഭാഷിഷ് ബോസ് എന്നിവരും ഉണ്ടാവും. മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് അനിരുദ്ധ് ദാപ്പ, ബ്രാൻഡർ ഫെർണാണ്ടസ്, ദീപക് താങ്കിരി, ലാലക് മാവിയ റാൾട്ടെ, ലിസ്റ്റൻ കൊളാസോ, മഹേദ് സിംഗ്, സഹൽ അബ്ദുസമദ്, സുരേജ് സിംഗ്, ഉദാന്ത സിംഗ് എന്നിവരും ഉണ്ടാവും. ഇനി ഫോർവേഡുകളായിക്കൊണ്ട് ഇഷാൻ പണ്ഡിത, ലാലേൻ സുവാല ചാങ്തെ, മൻവീർ സിംഗ്, രാഹുൽ കണ്ണോലി, പ്രവീൺ, സുനിൽ ഛേത്രി, വിക്രം പ്രതാപ് എന്നിവരും ഉണ്ടാവും. ഏതായാലും ഈ ഒരു സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.